എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വീഡിയോയിൽ താപനില കാരണം പ്രതിരോധം എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും തണുപ്പും പ്രതിരോധവും അളക്കുക, താപനില മൂലമുള്ള പ്രതിരോധത്തിലെ മാറ്റം നിർണ്ണയിക്കുക. പ്രായോഗികമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തണുത്ത പ്രതിരോധത്തെക്കുറിച്ചും ചൂടുള്ള പ്രതിരോധത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. കോൾഡ് റെസിസ്റ്റൻസ് എന്നത് അതിൻ്റെ ഓഫ് അവസ്ഥയിൽ അളക്കുന്ന ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ പ്രതിരോധമാണ്. തണുത്ത പ്രതിരോധം സാധാരണയായി ഓംസിൽ അളക്കുന്നു. ഒരു സാധാരണ ഇൻകാൻഡസെന്റ് 60 വാട്ട് ബൾബിന് ഉദാഹരണത്തിന് ഏകദേശം 30 ഓംസിന്റെ തണുത്ത പ്രതിരോധമുണ്ട്. ഹോട്ട് റെസിസ്റ്റൻസ് എന്നത് ഓൺ അവസ്ഥയിൽ അളക്കുന്ന ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രതിരോധമാണ്. വിളക്കിലേക്ക് വിതരണം ചെയ്യുന്ന വോൾട്ടേജും കറണ്ടും എടുത്ത് അവയെ R ഈസ് ഈക്വൽ ടു V/I ഫോർമുലയിൽ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ ഇത് അളക്കാൻ കഴിയും. ഇൻകാൻഡസെന്റ് ലാമ്പ് 60 വാട്ടിന്റെ ഒരു സാധാരണ ചൂട് പ്രതിരോധം 240 ഓം ആണ്. സാധാരണയായി ജ്വലിക്കുന്ന വിളക്കിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഉയർന്ന പ്രതിരോധമുണ്ട്. ഫിലമെന്റിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ അത് താപത്തോടൊപ്പം പ്രകാശമുണ്ടാക്കും. ഈ ഉൽപ്പാദിപ്പിക്കുന്ന താപം പ്രതിരോധം മാറുന്നതിന് കാരണമാകുന്നു. ഓം മീറ്റർ ഉപയോഗിച്ച് ഒരു വിളക്കിന്റെ തണുത്ത പ്രതിരോധം അളക്കുക. 60 വാട്ട് ഇൻകാൻഡസെന്റ് ലാമ്പ് എടുക്കുക. ഒരു വിളക്കിന്റെ ചൂട് പ്രതിരോധം അളക്കൽ. ഒരേ 60 വാട്ട് ലാമ്പ് AC വോൾട്ടേജ് സ്രോതസ്സിലേക്ക് ഒരു സ്വിച്ച് S 0 മുതൽ 500 മില്ലി ആംപിയർ വരെയുള്ള മൂവിംഗ് അയൺ അമ്മീറ്റർ എന്നിവ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. എല്ലാം സീരീസിലാണ്. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. യഥാക്രമം അമ്മീറ്റർ, വോൾട്ട്മീറ്റർ എന്നിവയിൽ നിന്നുള്ള കറണ്ടും വോൾട്ടേജും ശ്രദ്ധിക്കുക. R ഈസ് ഈക്വൽ ടു V/I എന്ന ഫോർമുലയിൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൂല്യങ്ങൾ മാറ്റി പകരം വിളക്കിന്റെ ചൂട് പ്രതിരോധം കണക്കാക്കുക. ഈ താപപ്രതിരോധത്തെ തണുത്ത പ്രതിരോധമായി താരതമ്യം ചെയ്യുക. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രതിരോധവും അതിനനുസരിച്ച് വർദ്ധിക്കുമെന്ന് പരിശോധിക്കുക. വിളക്ക് 100 അല്ലെങ്കിൽ 200 വാട്ട് ഉപയോഗിച്ച് മാറ്റി അതേ നടപടിക്രമം പിന്തുടരുക. ഒരു മെഴുകുതിരി ഉപയോഗിച്ച് പ്രതിരോധവും താപനിലയിലെ മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കുക. 0.5 മില്ലിമീറ്റർ വ്യാസവും 200 മില്ലിമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് വയർ എടുക്കുക. മരം ബോർഡിൽ ഉറപ്പിച്ചിരിക്കുന്ന 2 ഇൻസുലേറ്റഡ് ടെർമിനലുകൾക്കിടയിൽ ഇരുമ്പ് വയർ ഘടിപ്പിക്കുക. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറോ വാരിയക്കോ 0 മുതൽ 500 മില്ലിയാമ്പ് വരെയുള്ള ഒരു അമ്മീറ്റർ, ഇരുമ്പ് വയർ എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. ഇരുമ്പ് വയറിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. വേരിയബിൾ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്തേക്ക് ക്രമീകരിക്കുക. വേരിയാക് ഓണാക്കി സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. അമ്മീറ്റർ 400 മില്ലിയാമ്പ് റീഡ് ചെയ്യുന്നതുവരെ വോൾട്ടേജ് ക്രമേണ വർദ്ധിപ്പിക്കുക. അനുബന്ധ വോൾട്ടേജ് ശ്രദ്ധിക്കുക. പ്രതിരോധ മൂല്യം R ഈസ് ഈക്വൽ ടു V/I കണക്കാക്കുക. വേരിയാക് മിനിമം പൊസിഷനിലേക്ക് ക്രമീകരിച്ച് സർക്യൂട്ട് ഓഫ് ചെയ്യുക. മെഴുകുതിരി കത്തിച്ച് ഇരുമ്പ് വയർ കുറച്ച് സെക്കൻഡ് ചൂടാക്കുക. വേരിയാക് ഓണാക്കി അമ്മീറ്റർ 400 മില്ലിയാമ്പ് റീഡ് ചെയ്യുന്നതുവരെ വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. അനുബന്ധ മൂല്യങ്ങൾ രേഖപ്പെടുത്തുകയും R ഈസ് ഈക്വൽ ടു V/I ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. പ്രതിരോധത്തിന്റെ 2 മൂല്യങ്ങൾ താരതമ്യം ചെയ്യുക. കൂടാതെ ഇരുമ്പ് വയറിന്റെ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രതിരോധം വ്യത്യാസപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ കണ്ടതിനു ശേഷം താപനില കാരണം മാറുന്ന പ്രതിരോധം നിങ്ങൾക്ക് അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നിങ്ങൾക്കൊരു അത്ഭുതകരമായ ദിവസമുണ്ട്.